അച്ഛൻ പറഞ്ഞായിരുന്നു എങ്ങോട്ടാ പോണേന്ന്? അത് പറഞ്ഞായിരുന്നു. എൻ്റെ അടുത്ത് രാവിലെ എന്നെ വിളിച്ചു പോയി, എന്നെ എണീപ്പിച്ചിട്ട് ചോദിച്ചു, മക്കളെ യേശു എൻ്റെ കൂടെ വരുന്നോടാന്ന്. ഞാൻ വരുന്നെന്ന് പറഞ്ഞു, പക്ഷെ എന്ത് ചെയ്യാം, ഉറങ്ങിപ്പോയി, ഓർത്തില്ല. എന്നാലും ഇത് എവിടെ പോയതായിരിക്കും? നമുക്ക് സൈക്കിൾ എടുത്തിട്ടേ ജംഗ്ഷനിലേക്ക് ഒന്ന് വിട്ടാലോ? വേണ്ടടി, അമ്മ നല്ലത് തരും. എടാ, നമുക്ക് ഈ ആഴ്ച പടവലത്ത് പോയാലോ? ഈ വെള്ളിയാഴ്ച പോവാ. അച്ഛനൊന്ന് സോപ്പിട്ട കാര്യങ്ങളെല്ലാം റെഡി. പടവലത്ത് പോകുന്ന ഐഡിയ ഒക്കെ കൊള്ളാം, പക്ഷെ 2 ദിവസം പഠിത്തം ഇഷ്ടപ്പെടാൻ നിനക്ക് അറിയാലോടി, പറ്റത്തില്ല. പിന്നെ പിടിച്ചിറങ്ങാൻ വലിയ പണിയാ. എടാ ദേ അച്ഛൻ. എന്തോന്നിത്? നീ വന്നേ അച്ഛാ. ഇത് വെള്ളം. വെള്ളം ചെടിക്കൊക്കെ വെള്ളം ഒഴിക്കണ്ടേ? അച്ഛൻ ഇത് എവിടെ നിന്ന് എടുത്തേ? പാറവിടെന്ന്. അമ്പടാ, അവിടെ നിന്ന് ഇവിടെ വരെ എടുത്തോണ്ട് വന്നത്. പിന്നല്ലാതെ എന്തായാലും ഐഡിയ കൊള്ളാട്ടാ. ഇത് പഴയ ഐഡിയ അല്ല മക്കളെ, ഇതല്ല ബക്കറ്റ്. മറ്റേ പാള ഇങ്ങനെ കോട്ടി ഇങ്ങനെ വെച്ചോണ്ട് വരും. ഇതിന്റെ ഒരു 10 ഇരട്ടി വെള്ളം കാണും ഒരു സൈഡ്. എന്നാലും അച്ഛാ കുറച്ച് കടുത്തു പോയത്. അച്ഛൻ എങ്ങനെ അവിടെ നിന്ന് ഇവിടെ എങ്ങനെ തൂക്കിക്കൊണ്ട് വന്നു? ആദ്യം തൂക്കിക്കൊണ്ട് വന്ന് കുറച്ച് കഴിയുമ്പോൾ തളർന്ന് എടുത്തിരുന്നു. പിന്നെ ചാടി ഒരു എണീറ്റ് എടുത്തിറങ്ങി വന്നടാ. പഴയതുപോലെ ആരോഗ്യമില്ലെങ്കിലും ഇപ്പൊ വലിയ മോശമൊന്നുമല്ല. പിന്നെ ദേഹമൊക്കെ ഇളങ്ങട്ടേ, വ്യായാമല്ലേ. അച്ഛാ ഇതിനാണോ എന്നെ രാവിലെ വിളിച്ചത്? നിന്നെ വിളിച്ചപ്പോ നീ ഇവിടെ ഉറങ്ങിയില്ലേ? പിന്നെ വരാത്തത് ഒരു എക്സസൈസ് ആവുമല്ലേ. അച്ഛാ അച്ഛന്റെ ബോഡി പോലെ ആക്കണം എന്റെ ബോഡി എനിക്ക്. ആവും, പക്ഷെ ഇതൊരു ജോലി ചെയ്യണം, കള്ളപ്പണി ചെയ്യല്ലേ. അതെ, ഒരു ട്രിപ്പ് കൂടെ അടുത്ത പോയിട്ട് വരാം. കുറച്ചേരം ഇരിക്കട്ടെ ഇവിടെ. അടുത്ത ട്രിപ്പ് പോകുമ്പോ വരണ്ട. ഇപ്പൊ തൽക്കാലം അവിടെ അകത്ത് പോയി പഠിക്ക് പോയി. എന്നാ ഞാൻ വരാം. ഞാൻ വരും. രണ്ടുപേരും വേണ്ട, പോയി അത് കയറി പോയി പോടേ. പോട്. അമ്മ എടുത്ത് പറയാം. എന്തോന്ന് വെള്ളം കോരിട്ടാ? ഓ, അമ്മക്ക് ഭയങ്കര അത്ഭുതമായിരിക്കും. പിന്നെ സൂക്ഷിച്ച് പോയിട്ട് വന്നേക്കണം കേട്ടോ. ഓ എന്താടാ? അതെ, അച്ഛൻ ഇപ്പൊ ഒരു വരവ് വന്നിട്ട് പോയി. ചേച്ചി കണ്ടായിരുന്നാ? എന്നിട്ട് എവിടെ പോയാ? അച്ഛൻ വന്നോടത്തിന് പോയി. അച്ഛൻ എവിടെ പോയി? അച്ഛൻ വന്നിട്ട് വെള്ളം എടുക്കാൻ പോയി. വെള്ളം എടുക്കാനാ? ഇതിവിടെ വെള്ളം ഇല്ലേ? അമ്മേ, വെള്ളം എടുക്കുന്നതിലല്ല പ്രധാനം, എക്സസൈസ് ചെയ്യുന്നതിലാണ്. അച്ഛനും വെള്ളം എടുക്കുന്നത് പാറമടന്നാ. പാറമടന്ന് വെള്ളം എടുക്കണ അതിന്റെ കാര്യം. ഈ അച്ഛന് വേറെ പണിയൊന്നുമില്ലേ? അതുകൊണ്ടല്ലേ വെള്ളം എടുക്കുന്നത്. ചേട്ടാ ഈ ചെടിക്ക് വെള്ളം ഒഴിക്കുന്നത് നല്ലതല്ലേ? വെള്ളം ഒഴിക്കണം, ഇവിടെ വെള്ളം ഇല്ലാത്ത പോലെ. ഈ അമ്മ എപ്പോഴും ഇങ്ങനെയാ. അച്ഛൻ എന്ത് നല്ല കാര്യം ചെയ്താലും അതിൽ എന്തെങ്കിലും ഒരു കുറ്റം കണ്ടുപിടിക്കും. എന്താ അമ്മ ഇങ്ങനെ? ഇപ്പൊ എന്നെ പറഞ്ഞോ കേട്ടാ? നിങ്ങൾക്കൊക്കെ ഇവിടെ നിന്ന് ഇങ്ങനെ വാചം അടിക്കാനേ അറിയത്തുള്ളൂ. അവിടെ അച്ഛൻ കഷ്ടപ്പെടുന്ന പോയി നോക്കുക. അച്ഛൻ വെള്ളം എടുത്തോണ്ട് നോക്കി കഴിഞ്ഞാലേ നമ്മളൊക്കെ നമിച്ചു. അച്ഛനെ നമിച്ചു. ദാണ്ട നിക്കണ് ആരടി പൊക്കം കൊണ്ട് ഡാൻസ് ആന്ന് പറഞ്ഞ് കൊറേ തലകുത്തി മറിയും. വല്ല പ്രയോജനം ഉണ്ടാ? ചേട്ടാ, അച്ഛൻ ഈ 49ാമത്തെ വയസ്സിൽ ചെയ്യുന്നത് ചേട്ടന് 21ാമത്തെ വയസ്സിൽ ചെയ്യാൻ പറ്റുമോ? പിന്നെന്താ, ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. എന്നാ ചേച്ചി. അച്ഛനെ ഒരേ കോപ്രായം കാണിക്കാം, അതുകൊണ്ട് നീ പോയി കാണിക്കല്ലേ ഏട്ടാ. ഇല്ല അമ്മേ, ഇവൻ വെല്ലു വിളിച്ചല്ലേ, ഒന്ന് പോയി നോക്കിയൊരു കൈ നോക്കി കളയാം. ഞാൻ നിങ്ങൾ പോയിട്ട് വിളിച്ചാലും വരില്ലെന്നറിയാം, അതുകൊണ്ട് തന്നെ വിളിച്ചേ. ചേച്ചിക്ക് തലവേദനയാണോ? അവിടെ ഭയങ്കര തലവേദന. അയ്യോ, ഇങ്ങോട്ട് എവിടെയാ അച്ഛൻ? അച്ഛൻ പാറമട വെള്ളം എടുക്കാൻ പോയിരിക്കൂലേ, ഇപ്പൊ എത്തും. ഇത് എപ്പോ എന്നിട്ട് പോയി? അതൊന്നും പറയാൻ പറ്റില്ല. അച്ഛന്റെ കാര്യല്ലേ, എപ്പോ വരും എപ്പോ പോകുന്നു ആർക്കും പ്രവചിക്കാൻ പറ്റില്ല അല്ല. അച്ഛൻ ദേഷ്യപ്പെട്ടാ പോയിരിക്കണേ. കേശു, നിന്റെ അച്ഛൻ്റെ അടുത്ത് എന്റെ അച്ഛനെ ഇങ്ങോട്ട് വരുത്തിക്കല്ലേ എന്നും പറഞ്ഞിട്ടാണ് പോയിരിക്കണത്. എന്റെ അച്ഛൻ ഇങ്ങനെ വേറൊരു അച്ഛനെ പേടിക്കുന്ന കക്ഷിയല്ല. ഞാൻ പറഞ്ഞതേ എന്റെ അച്ഛനെ കുറിച്ചാ, നിന്റെ അപ്പൂപ്പനെ കുറിച്ച് അല്ല. അമ്മ എനിക്കത് മനസ്സിലായി, അപ്പൂപ്പനെ മനസ്സിലായതാ. ചുമ്മാ കളിക്ക് പറഞ്ഞ അച്ചോടാ. അല്ല, അപ്പൊ ഞാൻ അതല്ല ആലോചിക്കണത്. ഇനി പാറമടയില് വെള്ളം എടുക്കാൻ പോയപ്പോ വല്ല ബംഗാളിയായിട്ട് അടികൂടുവോ എന്തോ? ഏയ്, അവിടെ എല്ലാവർക്കും അച്ഛനെ പരിചയമുള്ളതല്ലേ. പരിചയമുണ്ട്, പക്ഷെ ഇപ്പൊ മനസ്സിലാവില്ല. അച്ഛൻ മൊട്ടടിച്ചേക്കല്ലേ. അച്ഛൻ വന്നു. അച്ഛാ വെള്ളം നോക്ക്. ഇല്ല, ഒരിക്കൽ കൂടെ പോണം. 3 പ്രാവശ്യം പോയാലും ദേഹമൊക്കെ നളകൂടും.
അതല്ല മുടിയഞ്ചേട്ടൻ ഇതൊന്നും എടുത്ത് പൊക്കണെന്ന്. അപ്പൊ മുടിയഞ്ചേട്ടൻ പൊക്കിയിട്ട് നമുക്ക് വെള്ളം ഒഴിക്കാം. മുടിഞ്ഞൊക്കെ നിസ്സാരമാണ്, ഈസി. അങ്ങനെ പറഞ്ഞാ പാടാ മക്കളെ ഒന്ന് എടുത്ത് പോക്ക്. ഇല്ല അച്ഛാ, ഇതിന് അത്രക്ക് വെയിറ്റ് ഒന്നും ഇല്ലല്ലോ അല്ലേ? ഇല്ല ഞാൻ പുഷ്പം പോലെ എടുത്തോണ്ട് വന്നത്. വാ വാ. ഇല്ല അത് ഞാൻ ചുമ്മാ ചോദിച്ചതേ ഉള്ളൂ. അച്ഛൻ വെള്ളം ഒഴിച്ചോ? എന്തായാലും ചുമ്മാ ചോദിച്ചില്ലേ മക്കളോട്. അത് പറ്റില്ല, ചേട്ടൻ എടുത്ത് പറഞ്ഞില്ലേ വിലകളേട്ടാ. ടെടി മൂപ്പിക്കലേ മോളെ. വാ സമയമില്ല. എടുത്ത് കാണിച്ചു കൊടുക്കടാ. പിന്നെ അല്ല അമ്മ പറഞ്ഞ പിന്നെ അമ്മ അങ്ങനെ അവിടെ അങ്ങനെ അല്ലല്ലോ പറഞ്ഞു. എടേ എട് ആ മക്കളെ അങ്ങനെ അവിടെ കൈ തൊടിച്ചു കുറച്ച് കയറ്റി അന്നി എടുത്തോ. അച്ഛാ പൊട്ടൂല അച്ഛാ. ഇല്ലേ എവിടെ പോട്ടെ ഞാൻ എടുത്തോണ്ടല്ല. കയറ് ഇല്ല നീ ഒന്ന് പഠിക്കണം എടുത്തായി. ആ പോട്ടെ പോട്ടെ വന്നോ വന്നോ. ആ സിമ്പിൾ. ആ ആ ഐ ആ ആ ആ മതി മതി ഇറങ്ങി. കൂടുതൽ അഭ്യാസം ഒന്നും കാണിക്കണ്ട. നിർത്ത് വയ്യ പോ. മതി മതി. അവന്റെ പ്രാക് ഡാൻസ് കളിക്കുമ്പോഴാണ് വിചാരം. അല്ലാതെ പുതിയ സ്റ്റെപ്പായിരുന്നു എന്റെ. തന്നെ വാ വാ അവിടെ നിന്ന് കിണിച്ചോണ്ടിരിക്കണില്ലേ. വാ വാടി നീ വാ നീ എട്. ഞാനാ നീ നാട്ടിട്ടടിക്കും പോലെയാണ് വിചാരം. വാ എട് എടടി. ഞാനില്ല, ഞാൻ എടുക്കുന്നില്ല. അമ്മേ അമ്മനെ വിട്ടുകൊടുക്കല്ലേ ഏട്ടാ. സ്ത്രീകളൊന്നും തോറ്റെടുക്കാൻ പാടില്ല. സ്ത്രീ എന്ന് പറഞ്ഞ ആരാണ്? ആരാണ് സ്ത്രീ എന്ന് പറഞ്ഞ ഭാര്യയാണ്, അമ്മയാണ്, ശക്തിയാണ്. ഭദ്രകളിയാണ്. ഇല്ല, മാടനാണ്. എന്നെ കൂടെ ഒന്നും പറ്റിയൊന്നുമില്ല. ലച്ചു നീ എന്റെ അടുത്ത് വൈരാഗ്യം വിട്ടല്ലേ? അമ്മ അമ്മ ഇത് കുറെ കണ്ടിട്ടുള്ളതല്ലേ. അമ്മ പുഷ്പം പോലെ പൊക്കും അല്ലേ? അമ്മ കുറെ കണ്ടിട്ടൊന്നുമില്ല. പാടി എടടി വാല് ഓടിക്കാമെന്ന് വിചാരിച്ചാ. എട് 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 സഹായിച്ചോടാ മക്കളെ. തലകത്തിട്ട് അതില് പോകാൻ പറ്റില്ലല്ലോ. ഇരി അത് ഇരി. ഡൗൺ 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 ഡൗൺ. ഇനി അപ്പ് പൊങ്ങട്ടെ. പറ്റില്ല. പറ്റും പൊക്കെ പറ്റും 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 പൊക്കെ. മതി മതി കുഴപ്പമില്ല മതി. ഇനി വായ അടിക്കില്ല കേട്ടാ. അമ്മേ ഇതാണ് പറയണേ, വെറുതെ നിന്ന് അഭിപ്രായം പറയരുതെന്ന്. എല്ലാത്തിനും അതിൻ്റെതായ കഷ്ടപ്പാട്. അതിൻ്റെതായ കഷ്ടപ്പാടുണ്ട്. എട് ഉറങ്ങും പോലല്ല. എട് അതിൻ്റെതായ കഷ്ടപ്പാട്. അധ്വാനിക്കുന്ന അവരെ പുച്ഛമല്ലേ. അവസാനം എനിക്ക് തടയി ശരിയാക്കാൻ പറ്റൂല. ഞാനേ ശരി പോടി. ഞാൻ ഒരു പ്രാവശ്യം കൂടെ പോയിട്ട് വരാം. നല്ല വെയിൽ, പക്ഷെ കുറച്ചുകൂടെ വെയിൽ വേണം, നല്ല അധ്വാനിക്കാൻ ഒരു സുഖമുള്ളൂ. ചെടിക്ക് വെള്ളം ഒഴിച്ചിട്ട് വേറെ പണിയൊന്നുമില്ല. പോയിരുന്നു പഠിച്ചേ. പോയിരുന്നു പഠിക്കടി. ആ വരാൻ പോ. സംഭവം തന്നെ കഴുത്തും പോയി. വാടാ കണ്ടല്ലേ. പെട്ടെന്ന് ഇറങ്ങണം. ചെയ്യുന്നു എവിടെ പോണ്ടേ? പാട്ടയും പെട്ടി അവിടെ പോവാൻ ഞാൻ പാറയുടെ വെള്ളം എടുക്കാൻ പോണ്. എന്താ മോഹൻലാരിക്കണേ? സിംഗപ്പൂരിൽ ഭാര്യ വിളിച്ച് ചീത്ത വിളിച്ചാ? അവളെ വിളിച്ചിട്ട് 2 ദിവസമായടേ. രാവിലെ 10-200 രൂപ പോയി. കളഞ്ഞു പോയാ? കളഞ്ഞല്ല, ഞാൻ അത് വന്നപ്പോ അമ്മമാരോടെ ചീട്ട് കളിച്ചോണ്ടിരിക്കുന്നു. അത് ഞാൻ കണ്ടില്ലല്ലേ. എടാ അങ്ങ് ആ മരത്തിന്റെ താഴെ വെറുതെ ഒരു ആവേശത്തിന് കയറി കളിച്ചളിയാ. പൈസ വെച്ചാണ് കളി. 200 രൂപ പോയി. പൈസ വെച്ചാ കളി? അടേ അവിടെ അവിടെ ആരൊക്കെ നമ്മളെ പയ്യന്മാരൊക്കെയുണ്ട്? അവിടെ നവാസ് ഷുക്കൂറൊക്കെ ഉണ്ട്. അമ്മമാര് കളിക്കില്ല, അമ്മമാരോടെ നോക്കിക്കൊണ്ടിരിക്കുന്നു. അതെ ചീട്ട് കളിച്ചിട്ട് ഒരുപാട് നാളെ നീ ഇവിടെ വാടാ. ഒരു ഇരിക്കാം നമുക്ക്. വാ ഒരു റൗണ്ട് ഇരുന്ന ക്ഷീണം ഇതുവരെ തീർന്നില്ല. നീ പോടെ, ഞാൻ ഇല്ല. നീ വാടാ, ഞാൻ പോണു. നീ വാ പറഞ്ഞാ. ഡേയ് അവിടെ പോണ കൊള്ളാം. അവിടെ പരുന്തനിയും കാട സുരയൊക്കെ ഉണ്ട്. അമ്മമാരൊക്കെ റൗഡികളാണ്, വെറും അലുമ്പ് കേസാണ്. നിന്റെ വെപ്രോളം കുരുവിരിപ്പ് അവിടെ പോയി കാണിക്കും. പറഞ്ഞില്ല അതുകൊണ്ട് നമ്മളും പഴയ റൗഡിയൊക്കെ ആണേ. നീ വാ. എന്നാ ചെന്ന് കിട്ടണമെന്ന് മാറ്റോണ്ട് വാ. ചെന്ന് പോയിട്ട് വാ. ഒരു 100 കയറാ. ഡേയ് തരാനുള്ള 30 തുടങ്ങി. എന്തെങ്കിലും ചോദിക്കുമ്പോൾ തരാനുള്ള പഴയ കണക്കും കൊണ്ടുവരും. അല്ല ടക്കറിഞ്ഞ് എടുത്ത് തരണമെന്നല്ല. അളിയുടെ പൈസ എടു. അളി പറ്റൂല കേട്ടാ. ആർക്ക് മരുന്ന് വേറെ ആര്? ഡേയ് തമാശ അല്ലാളിയാ, ഞാൻ കാര്യമായിട്ട് പറയണം. അവനൊക്കെ വെച്ചാൽ മനഃപൂർവ്വം ഇതിനു വേണ്ടി നടക്കണവന്മാരാണ്. ചീട്ടുകളെ മുച്ചിട്ട് പോളിയാ ഒന്നുകൂടെ അടിച്ചോടാ. അങ്ങനെ വേണ്ട പോ. നീ പോ. ധൈര്യം കൊണ്ട് അടിച്ചോടാ. പോളേ എടാ, ആണാണെങ്കിൽ അടിയടാ. പോളേ ബ്രോ
നമസ്തേ ശുക്രേ ഡേ ഞാനും ഒരു റൗണ്ട് കളിക്കും ഒരു റൗണ്ട് കളിക്കണം കളി ആണ് പരുന്തനി ഹലോ പരുന്തനി എല്ലാവരും വാങ്ങിച്ചുകൊണ്ടു കളിച്ചു കളിച്ചു എടാ ഞാൻ ഒരു റൗണ്ട് കളിക്കട്ടെ അനിച്ചേട്ടൻ മിണ്ടല്ലേ യവനാണ് ചേട്ടൻ യവന് എത്ര വയസ്സുണ്ട്? ഒരു 10-30 വയസ്സല്ലേ ഉള്ളൂ. ഡേയ് യവൻ കൊച്ചിറങ്ങായി. ഡേയ് താൻ പോയിട്ട് വല്ല വീട്ടിൽ പോയി കിടന്നുറങ്ങി എന്തിലൊക്കെ ചെയ്യും. പോടോ ചെല്ലി പോ ഞാൻ കളിക്കൂടാ കളിക്കോട് എന്താ നമ്മളെ കാര്യം ഒന്ന് കളിക്കുമ്പോൾ നമുക്ക് കളിച്ചുകൂടാ. കളിച്ചോട്ടെ. ആ ഡേയ് മറ്റേ നീ പറഞ്ഞ കാടസുനി ആരുടെ കാടത് എന്തൊരു കളിപ്പടേ. നമ്മളെല്ലാം സഹോദരന്മാരല്ലേ അല്ലേ സുനി? എടേ ഞങ്ങൾ ഒരു 100 രൂപ പൈസ പിന്നെ തരടേ. കളിക്കൽ കാശിടാ നമ്മളെ മേജറാ കളി ഹീറ്ററേ ഇട്. എടാ നന്നായിട്ട് കലഞ്ചിറേ. ഇട് ഷോ അല്ലേ? വേറെ വളവള സംസാരിക്കണം മുണ്ടാനി. എന്താണ് മറ്റേ മൗനം പറഞ്ഞോ? ചീട്ട് കളിക്കുമ്പോൾ നമ്മൾ ആഡംബരം കാണിക്കും, അട്ടാസം കാണിക്കണം, ബേള കാണിക്കണം അല്ലേ? അല്ലേ നീ ഇവിടെ ഉള്ളടാ അടി എനിക്കുന്നു അടി നിനക്കാ? എന്നടിക്ക് ഞാൻ ഈ കളി ഒരാളുടെ കണ്ടിട്ടുണ്ട് കേട്ടോ. നെയ്യാറ്റിങ്കരെ ഞാൻ ചീട്ടുകളി തുടങ്ങിയപ്പോഴേ നീ വള്ളി നിൽക്കറിട്ടുണ്ട് സ്ലാറ്റ് കൊണ്ട് കൂളിപ്പോണ്. ആരാ നീടെ മാറ് ആടെ ഞാൻ മാറ് ഞാൻ കഴിച്ചു മാറി. നീ ഒന്നും കാണിക്കില്ല എന്തരടേ ഇത്? എന്തരത്? പൈസ ഞാൻ കെട്ടു വെച്ച പൈസ ആ എടാ ഞാൻ കെട്ടു വെച്ച പൈസ ഇടേ. എന്തെല്ലാം കൊടുക്കണം? നീയൊക്കെ തമ്മിലുള്ള ഒത്തുകൂട്ടല്ലോടാ. നീയൊക്കെ തമ്മിലുള്ള ഒത്തുകളിയാടാ. എന്താണ് നീ പോടാ എടാ കളിക്കാൻ അറിയാന്നുള്ള വിളിച്ചോടാ. എന്ത് നീ മര്യാദ പൈസ മുതൽ പൈസ തലടാ പോടാ 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 ഓടാ നീ മടാ പോടാ എടാ ബാല് കുറെ കണ്ടോ കേട്ടാ നീ പോ. എന്ത് കുത്തിക്കൊണ്ടിരിക്കണേ? ചെറിയൊരു വർക്ക്. വർക്ക് അവസാനം എല്ലാ സാധനം കൂടെ കളയണോട്ടാ. എന്നിട്ട് ചീത്ത മൊത്തം ഞമ്മക്ക്. ചേച്ചി ശല്യപ്പെടുത്താതെ പോയേ. ശിവ ഈ സാധനത്തെ വിളിച്ചോണ്ട് പോകുന്നുണ്ടോ? അതോ ഒന്നുമില്ല ചുമ്മാ അതൊരു പോയേ ചെല്ലുന്നുണ്ടോ? എന്തോന്ന് ചുമ്മാ ഇരുന്നപ്പോ ബോറടിച്ചതുകൊണ്ട്. നിനക്ക് ബോറടിക്കുമ്പോ കളിക്കാൻ കളിപ്പാട്ടോടാ ഇടിച്ചുപോടാ കൊട്ടടിച്ചിട്ട് പോ. അല്ല അച്ഛൻ പോയിട്ട് പിന്നെ വന്നില്ലല്ലോ. അച്ഛൻ എവിടെ പോയതാ? അച്ഛൻ പോയിട്ട് പിന്നെ വന്നില്ലല്ലോ. അല്ല വെള്ളം എടുക്കാൻ പോയിട്ട് വന്നില്ലല്ലോ. വെള്ളം എടുക്കാൻ പോയത് ഒന്നും പറയണ്ട മക്കളെ. ഒരിടത്ത് ചെന്ന് പെട്ട് എൻ്റെ അമ്മോ. നവാസെന്താ എന്തോന്ന് അവന്മാരും ഇങ്ങോട്ട് വരുമെന്നാ വരട്ട്. പിന്നെ വന്നെന്ത് ഞാൻ ഇവിടെ ഒന്ന് വീണ്ടും വിളിച്ചോണ്ട് ഓടണോ? പരുന്ത് വിളിച്ചാ എപ്പോ വിളിച്ചിട്ട്? ഓ ശരിടാ ഓക്കെ ഓക്കെ ഓ അച്ഛാ അച്ഛൻ്റെ കൈക്ക് വിറയ്ക്കുന്നുണ്ടല്ലോ, എന്താ? കൈയല്ലടേ ദേഹമാസാരം വിറയ്ക്കാണ്. ദിലു അതെ നീയേ ഞാനൊരു കാര്യം പറയാം. പക്ഷെ തിരിച്ചെന്താണ് കാര്യം നീ ചോദിക്കത്തില്ല. എന്താ കാര്യം? അതല്ലേ പറഞ്ഞത് എന്താണ് കാര്യം ചോദിക്കലെന്ന്. എന്താ കാര്യം? കാര്യം അച്ഛാ എന്തോ പ്രശ്നമുണ്ടല്ലോ, എന്താ? പോടാണെന്ന്. നീ ഒരു കാര്യം ചെയ്യ്, നീ പിള്ളേരെ കൊണ്ട് പടവലത്ത് പോ. ഞാൻ നെയ്യാറ്റിക്കര പോയിട്ട് 2 ദിവസം കഴിഞ്ഞ് വീട്ടിലോട്ട് വരാം. എന്താ കാര്യം? എന്താ കാര്യം ചോദിക്കുന്നത് പറഞ്ഞില്ലടി.
നീ ഇവിടെ വേറെ കാര്യമൊന്നുമില്ല, എന്നെ അന്വേഷിച്ച് കുറച്ച് ആൾക്കാർ വരും, അത്ര തന്നെ കാര്യം. എന്റെ മക്കളെ ആരെങ്കിലും പുറത്തു വന്ന് നോക്കടാ. ശരി അച്ഛാ. ആ നീ വായും പൊളിച്ചിരിക്കാതെ ഉള്ളതും കെട്ടിപ്പറിക്കൊണ്ട് പോവാൻ നോക്കടി. നീ എന്നാ ഇപ്പം ഇറങ്ങാൻ പറഞ്ഞാൽ എങ്ങനെ പറ്റുക? ഫുഡ് ഉണ്ടാക്കി വെച്ചിരിക്കണ കണ്ടില്ല, അത് കഴിക്കാൻ ഇറങ്ങാൻ പറ്റുമോ? അവനെ കഴിക്കാത്ത ഇറങ്ങ്, അവസാനം തത്താഴമായിരിക്കും അത്. എന്തൊക്കെ പറയണേ അച്ഛാ മകളെ ഒന്നാടാ. അവിടെ ആരുമില്ല, അവിടെ ആരുമില്ല. ചാച്ചൻ കുറച്ച് റിലാക്സ് എന്നിട്ട് കാര്യം എന്താ പറയാ, എന്ത് പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് പരിഹരിക്കാലോ. അതെന്ന് വെച്ചാൽ എന്തോരം പ്രശ്നം ഉണ്ടായിട്ടുണ്ട്, അതെല്ലാം നമ്മൾ സോൾവ് ചെയ്തിട്ടില്ലേ. എനിക്ക് തലയ്ക്ക് പ്രാന്ത് പിടിക്കാനും. എടാ മുടി ഒരു വണ്ടി വിളിച്ചോടാ. ആര് വിളിച്ചേ? എനിക്ക് പരിചയമില്ലാത്ത ശബ്ദമാണത്. പരിചയമില്ലാത്ത ശബ്ദമൊന്നുമല്ല, നവാസാണത്. വാ നോക്കാം, വാ. എന്താ അച്ഛാ എന്തിനാ അവസ്ഥ? വല്ല ആവശ്യമുണ്ടാ ആ പരുന്നിന് തല്ലണ്ട്? ആകെ സീനായില്ലേ? തല്ലേ? ആര് തല്ലി? ചേച്ചി അവിടെ ചീട്ട് കളിക്കാൻ വേണ്ടി വന്നിട്ടുണ്ടായതാണ്, അങ്ങനെ ഒരു ചെറിയ പ്രശ്നം ഉണ്ടായി. ചീട്ട് കളിക്കണ? സത്യം പറ ബാലു, എന്താ കാര്യം? അച്ഛൻ ആരെങ്കിലും തല്ലിയാ? പോടാ അവിടുന്ന്. തല്ലിയാന്ന് ഞാൻ രാവിലെ പാറവടയിൽ വെള്ളം കോരാൻ പോയപ്പോഴേ ബാസി പറഞ്ഞുണ്ട്. അപ്പോൾ അവൻ പറഞ്ഞ് അവിടെ കുറച്ച് ആൾക്കാർ ചീട്ട് കളിക്കുന്നത്, അവിടെ ഇവർ രണ്ടുപേരും ഉണ്ടെന്ന് പറഞ്ഞ്. അത് ഇവരെ കാണാനാണ് ഞാൻ അങ്ങോട്ട് പോയത്. അപ്പോൾ അമ്മ എന്നെ നിർബന്ധിച്ച് ഞാൻ ചീട്ട് കളിച്ചു. ഇല്ലടേ, എന്നെ നിർബന്ധിച്ചിട്ടില്ലടാ ഞാൻ ചീട്ട് കളിച്ചു. അണ്ണൻ തല്ലിയ ചില്ലറക്കാരൻ ഗുണ്ടാ തലവനാണ്, എന്തായാലും ആളെയും കൂട്ടി വരാം. ഞാൻ നിർബന്ധിച്ച് ചീട്ട് കളിപ്പിച്ചപ്പോൾ അവർ ജയിച്ച്. നോക്കിയപ്പോൾ അവർ കള്ളക്കളി കളിച്ചുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് എന്തിനാ ചോദിച്ചപ്പോൾ അവൻ തിരിച്ച് ചീത്ത വിളിച്ചില്ലടാ, എൻ്റെ അച്ഛനെ വിളിച്ചില്ലടാ. അപ്പോൾ എനിക്ക് ദേഷ്യം ഞാൻ അടിച്ച് ആ പരിപാടി. എന്ത് വീടേറി തന്നെ ടീമാട്ടവര് പറഞ്ഞില്ലാന്ന് വേണ്ട. ബാലു എന്താ ബാലു ഇത്? എന്തേ കേക്കണേ? പാടി എടുത്ത് അവന്മാർ പറയാനൊന്നുമില്ല. അവർ തല്ലുകൊണ്ട് പോയി നോക്കണ്ട ചേട്ടാ, അതെന്തായാലും അവർ ആളെയും കൂട്ടി വരും. ആളെ കൂട്ടി ഉറപ്പാണ്. പരന്തനിയല്ല. അമ്മ ഇനിയിപ്പോ ഇവിടെ നിന്നാ ശരിയാവില്ല, നമുക്ക് എങ്ങനെങ്കിലും ഇവിടുന്ന് പോവാച്ചാ. പിന്നെ നീ ഇവിടെ ഓടിപ്പോടാ. എടി അവർ ഒന്നും ചെയ്യുന്നില്ല. പിന്നെ വരട്ടെ വന്നു കേട്ടാ. നീ ഒരു കാര്യം ചെയ്യ്, നീ അത്ര പോടി. അല്ലെങ്കിൽ വേണ്ട, നീ പോയി പറ ഞാൻ ഇവിടെ ഇല്ലെന്ന് പറയാം. മുടി എന്നെ മറന്നില്ലടാ. ചേച്ചി പോണ്ടടാ, കച്ചറ ടീമാണ്. പോണ്ട പോണ്ട. ഇല്ല, ഞാൻ പോയി സംസാരിക്കാം. അത് സീൻ ഉണ്ടാക്കണ്ട, ഞാൻ പോയി സംസാരിക്കാം. അല്ല നീ പോണ്ട, ഞാൻ പോയി സംസാരിക്കാം. വേണ്ടത് ഞാൻ സംസാരിക്കാം. എടി ഇന്ന് പേടിച്ചു കഴിഞ്ഞാൽ പിന്നെ ജീവിതകാലം മുഴുവൻ അവന്മാരെ പേടിക്കേണ്ടി വരും. അതുകൊണ്ട് നീ മാറ്. വേണ്ട വേണ്ട പോണ്ട, കുഴപ്പമൊന്നുമില്ല. ചില്ലറക്കാരല്ല, പോണ്ട പോണ്ട. മക്കളെ കേശു വേണ്ട. ഇല്ല, എനിക്ക് പോയേ പറ്റൂ. പോണ്ട അച്ഛാ പോണ്ട അച്ഛാ. അച്ഛാ പോണ്ട അച്ഛാ. അച്ഛാ പോണ്ട അച്ഛാ. വേണ്ടച്ച വാ. അച്ഛാ പോണ്ട, വാ. പോണ്ട. കേക്കച്ചാ. അച്ഛാ പോണ്ട അച്ഛാ, വാ അച്ഛാ. അച്ഛാ അച്ഛാ Yeah.